ഗലാത്യ ലേഖനം 1-ാം അധ്യായം. ചോദ്യം 1. ഗലാത്യ അധ്യായം 1-ൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 24. ചോദ്യം 2. അധ്യായം 1-ന്റെ ആദ്യത്തെ തലക്കെട്ട്. ഉത്തരം അഭിവാദനം. ചോദ്യം 3. ആരു മുഖേനയല്ല താൻ അപ്പസ്തോലനായിരിക്കുന്നതെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം മനുഷ്യരിൽ നിന്നോ മനുഷ്യൻ മുഖേനയോ അല്ല. ചോദ്യം 4. ആര് മുഖേനയാണ് താൻ അപ്പസ്തോലനായിരിക്കുന്നതെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം യേശുക്രിസ്തു മുഖേനയും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പിതാവ് മുഖേനയും. ചോദ്യം 5. ആരെല്ലാം ചേർന്നാണ് ഗലാത്യയിലെ സഭകൾക്ക് എഴുതിയത്? ഉത്തരം പൗലോസും കൂടെയുള്ള എല്ലാ സഹോദരന്മാരും. ചോദ്യം 6. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ലഭിക്കട്ടെ എന്നാണ് പൗലോസ് ആശംസിക്കുന്നത്? ഉത്തരം കൃപയും സമാധാനവും. ചോദ്യം 7. തിന്മ നിറഞ്ഞ ഈ യുഗത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കേണ്ടതിന് യേശുക്രിസ്തു എന്തു ചെയ്തു? ഉത്തരം തന്നെ ബലിയർപ്പിച്ചു. ചോദ്യം 8. ആർക്ക് എന്നേക്കും മഹത്വമുണ്ടാകട്ടെ, ആമേൻ എന്നാണ് പൗലോസ് ആശംസിക്കുന്നത്? ഉത്തരം ദൈവത്തിന്. ചോദ്യം 9. 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ തലക്കെട്ട് എന്താണ്? ഉത്തരം മറ്റൊരു സുവിശേഷം ഇല്ല. ചോദ്യം 10. ഏത് കാര്യങ്ങളിലാണ് പൗലോസ്ലീഹ മുൻപന്തിയിൽ ആയിരിക്കുന്നത്? ഉത്തരം യഹൂദ മതകാര്യങ്ങളിൽ. ചോദ്യം 11. പൗലോസ്ലീഹ ജെറുസലേമിലേക്ക് പോകാതെ എവിടേക്കാണ് പോയത്? ഉത്തരം അറേബ്യയിലേക്ക്. ചോദ്യം 12. കേപ്പായോടുകൂടെ എത്ര ദിവസമാണ് പൗലോസ് താമസിച്ചത്? ഉത്തരം 15 ദിവസം. ചോദ്യം 13. ജെറുസലേമിൽ നിന്നും പൗലോസ്ലീഹ എവിടേക്കാണ് പോയത്? ഉത്തരം സിറിയ, കിലീക്യ. ചോദ്യം 14. വാസ്തവത്തിൽ എന്തില്ല എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്? ഉത്തരം മറ്റൊരു സുവിശേഷം ഇല്ല. ചോദ്യം 15. പൗലോസ്ലീഹായെ പ്രതി ദൈവത്തെ മഹത്വപ്പെടുത്തിയത് ആര്? ഉത്തരം യൂദായിലുള്ള സഭകൾ. ചോദ്യം 16. എന്തിന് ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട് എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം നിങ്ങളെ ഉപദ്രവിക്കാനും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ ദുഷിപ്പിക്കാനും. ചോദ്യം 17. എന്ത് ആരെങ്കിലും നിന്നോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്നാണ് ഗലാത്യ 1:9 പറയുന്നത്? ഉത്തരം നിങ്ങൾ സ്വീകരിച്ച സുവിശേഷമല്ലാതെ മറ്റൊന്ന്. ചോദ്യം 18. ഗലാത്യ 1:10 പൗലോസ്ലീഹ ചോദിക്കുന്ന 3 ചോദ്യങ്ങൾ ഏതെല്ലാം? 1. ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്? 2. അതോ ദൈവത്തിൻ്റേതാണോ? 3. മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ യത്നിക്കുകയാണോ? ചോദ്യം 19. ഞാനിപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നുവെങ്കിൽ എന്താവുകയില്ലായിരുന്നുവെന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്? ഉത്തരം ക്രിസ്തുവിൻ്റെ ദാസൻ. ചോദ്യം 20. ഗലാത്യ 1-ന്റെ 3-ാമത്തെ തലക്കെട്ട്. ഉത്തരം അപ്പസ്തോലനാകാനുള്ള വിളി. ചോദ്യം 21. ഞാൻ പ്രസംഗിച്ച സുവിശേഷം എന്തല്ല എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുന്നുവെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം മാനുഷികം അല്ല. ചോദ്യം 22.
ഗലാത്യ 1:11 പൗലോസ് ഗലാത്യക്കാരെ എന്താണ് സംബോധന ചെയ്യുന്നത്? ഉത്തരം: സഹോദരരെ. ചോദ്യം 23. ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് പൗലോസ് പറയാൻ കാരണമെന്ത്? ഉത്തരം: മനുഷ്യനിൽ നിന്നല്ല അത് സ്വീകരിച്ചത്. ചോദ്യം 24. ആരും അതെന്നെ പഠിപ്പിച്ചതുമില്ല എന്ന് പൗലോസ് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം: താൻ പ്രസംഗിച്ച സുവിശേഷത്തെപ്പറ്റി. ചോദ്യം 25. ഞാൻ പ്രസംഗിച്ച സുവിശേഷം എങ്ങനെയാണ് തനിക്ക് ലഭിച്ചതെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം: യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെ. ചോദ്യം 26. എവിടെയായിരുന്നപ്പോഴത്തെ എൻ്റെ ജീവിതത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്? ഉത്തരം: യഹൂദമതത്തിൽ. ചോദ്യം 27. പൗലോസ് എന്തിനെയാണ് കഠിനമായി പീഡിപ്പിക്കുകയും അതിനെ ഉന്മൂലനം ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്നത്? ഉത്തരം: ദൈവത്തിൻ്റെ സഭയെ. ചോദ്യം 28. എന്തിൽ താൻ അത്യധികം തീക്ഷ്ണമതി ആയിരുന്നു എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം: എൻ്റെ പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളിൽ. ചോദ്യം 29. എപ്പോൾ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം: ഞാൻ മാതാവിൻ്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ. ചോദ്യം 30. ദൈവം തന്നെ എങ്ങനെയാണ് വിളിച്ചതെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം: തൻ്റെ കൃപയാൽ. ചോദ്യം 31. ദൈവം തന്നെ വിളിച്ചത് എന്തിനു വേണ്ടി എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം: അവിടുത്തെ പുത്രനെപ്പറ്റി വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കാൻ അവനെ എനിക്ക് വെളിപ്പെടുത്തി തരേണ്ടതിന്. ചോദ്യം 32. ഞാൻ ഒരു മനുഷ്യൻ്റെയും എന്തു തേടാൻ നിന്നില്ല എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്? ഉത്തരം: ഉപദേശം. ചോദ്യം 33. ആരെ കാണാൻ ഞാൻ ജെറുസലേമിലേക്ക് പോയതുമില്ല എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്? ഉത്തരം: എനിക്ക് മുമ്പ് അപ്പസ്തോലന്മാരായവരെ. ചോദ്യം 34. അറേബ്യയിലേക്ക് പോയ പൗലോസ് എവിടേക്കാണ് തിരിച്ചു വന്നത്? ഉത്തരം: ദമാസ്കസിലേക്ക്. ചോദ്യം 35. കേപ്പയെ കാണാൻ എത്ര വർഷത്തിന് ശേഷമാണ് പൗലോസ് ജെറുസലേമിലേക്ക് പോയത്? ഉത്തരം: 3 വർഷത്തിന് ശേഷം. ചോദ്യം 36. എത്ര നാൾ പൗലോസ് കേപ്പയോടൊപ്പം താമസിച്ചു? ഉത്തരം: 15 ദിവസം. ചോദ്യം 37. കേപ്പയെ കൂടാതെ അപ്പസ്തോലന്മാരിൽ മറ്റാരെ കൂടിയാണ് പൗലോസ് കണ്ടത്? ഉത്തരം: കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിനെ. ചോദ്യം 38. ദൈവം എന്തിന് സാക്ഷിയാണെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം: ഞാൻ നിങ്ങൾക്കെഴുതുന്ന ഈ കാര്യങ്ങൾ വ്യാജമല്ല എന്നതിന്. ചോദ്യം 39. പൗലോസിനെ പ്രതി യൂദയായിലുള്ള ക്രിസ്തുവിൻ്റെ സഭകൾ എന്ത് ചെയ്തു? ഉത്തരം: ദൈവത്തെ മഹത്വപ്പെടുത്തി.